Welcome to Thasni's kitchen. ഹായ് everyone, assalamu alaikum. ഇന്ന് നമുക്ക് ചിക്കൻ സമൂസ റെഡിയാക്കി എടുക്കാം. കൂടാതെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സമൂസ ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞളും വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 വലിയ ഉള്ളി കുഞ്ഞായി ചോപ്പ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത നല്ലൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. ഇനി നമുക്ക് സമൂസ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. സമൂസ ഷീറ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ റമദാനിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ആദ്യത്തെ ആ ഒരു കോൺ ഭാഗം ഒന്ന് പുറത്തേക്ക് തള്ളിയിട്ട് വേണം ഇത് മടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ കോണായിട്ട് മടക്കുക. ഇനി നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൈദ വെച്ചിട്ട് ഈ ഒരു സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാല നിറച്ച് കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് ഫോൾഡ് ചെയ്യാം കോണായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് സമൂസ ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ആ ഒരു സമൂസയുടെ ഷേപ്പിൽ തന്നെ കിട്ടും. അതേപോലെ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സമൂസ കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ദാ ഈ ഒരു ഭാഗമാണ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കോണായിട്ട് മടക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിനകത്തേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു 4 രീതിയിൽ സമൂസ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് മടക്കുന്ന രീതികളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ മുഴുവൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിൽ നമുക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായിട്ട് കിട്ടുന്നതാണ്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 വശവും പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മുഴുവൻ സമൂസ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ സമൂസയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ട്. അപ്പോൾ വെജിറ്റബിൾ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിങ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണത്. ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ സമൂസയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ സമൂസ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയോട് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.